ധനരാജ് രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനം. ഇന്ന് ചേർന്ന നിർണായക ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന്റേതാണ് തീരുമാനം. കുഞ്ഞികൃഷ്ണൻ നടത്തിയത് കടുത്ത അച്ചടക്ക ലംഘനമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, ഏറ്റവും ഒടുവിൽ ആ ഒരു നടപടിയിലേക്ക് പാർട്ടി കടക്കാൻ ഒരുങ്ങുകയാണ്. പുറത്താക്കാനുള്ള തീരുമാനം എത്തിയിരിക്കുകയാണ്. നാളത്തെ യോഗത്തിന് ശേഷമായിരിക്കുമോ ഔദ്യോഗിക പ്രഖ്യാപനം അല്ലെങ്കിൽ തീരുമാനം ഉണ്ടാവുക? തീർച്ചയായും ഈ കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ തന്നെ അതിനെ തള്ളിക്കൊണ്ട് CPIMന്റെ നേതാക്കൾ, അതായത് കണ്ണൂർ ജില്ലാ നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരുന്നു. പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി ആ നിമിഷം തന്നെ ഈ കുഞ്ഞികൃഷ്ണന്റെ എല്ലാ ആരോപണങ്ങളും പൂർണ്ണമായും തള്ളിയിരുന്നു. പാർട്ടി കമ്മീഷനെ അടക്കം വെച്ചുകൊണ്ട് ഈ TI മധുസൂദനെ എതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി പരിശോധിച്ചതാണ്. പക്ഷേ അതൊന്നും സത്യമാണെന്ന് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷ് അന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MV ജയരാജനും ഇക്കാര്യം വ്യക്തമാക്കുകയും അതുപോലെ തന്നെ ഈ കുഞ്ഞികൃഷ്ണൻ ഇത് പാർട്ടിക്കുള്ളിൽ ഉന്നയിക്കുന്നത് പകരം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചുകൊണ്ട് പാർട്ടിയെ ഈ ശത്രുക്കൾക്ക് ഉള്ള ഒരു കോടാലിക്കൈയായി മാറുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു. ഇന്ന് MV ജയരാജൻ ഈ കുഞ്ഞികൃഷ്ണനെതിരെ നടപടി വരുമെന്നുള്ള സൂചനകളും നൽകിയിരുന്നു. ഏതായാലും വൈകുന്നേരത്തോടു കൂടിയാണ് CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. ആ യോഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ആ യോഗത്തിലാണ് ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നാളെ ജില്ലാ കമ്മിറ്റി യോഗമുണ്ട്. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ഏതായാലും ഈ കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അച്ചടക്ക ലംഘനമാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് പാർട്ടിക്ക് ഉള്ളത്. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു. പാർട്ടിയിൽ നിന്ന് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാനായി ഇപ്പോൾ CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന കാര്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒരു മാധ്യമത്തിന് ഇതിലൂടെ കുഞ്ഞികൃഷ്ണൻ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതായത് പയ്യന്നൂർ MLA ആയ TI മധുസൂദനൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന കാലം, ആ കാലത്താണ് 2016 CPIM നേതാവായിരുന്ന ധനരാജ് കൊല്ലപ്പെടുന്നത്. ആ ധനരാജിന്റെ കുടുംബത്തിന്റെ സഹായിക്കാനായി ഒരു രക്തസാക്ഷി ഫണ്ട് പാർട്ടി രൂപീകരിച്ചിരുന്നു. അത് ആ ഫണ്ടിൽ നിന്ന് ഏതാണ്ട് 1 കോടി രൂപ പിരിച്ചു. അതിൽ നിന്ന് ഏതാണ്ട് 46 ലക്ഷത്തോളം രൂപ ഈ പറയുന്ന മധുസൂദനൻ, അന്ന് ഏരിയ സെക്രട്ടറി ആയിരുന്ന മധുസൂദനൻ, ഇപ്പോൾ പയ്യന്നൂർ MLA ആയ മധുസൂദനൻ വകമാറ്റി എന്നുള്ളതായിരുന്നു കുഞ്ഞികൃഷ്ണന്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി പിരിച്ച പൈസയിൽ നിന്നും ഇത്തരത്തിൽ പണം മാറ്റി അല്ലെങ്കിൽ കട്ടെടുത്തു എന്നുള്ളതും ഉന്നയിച്ചിരുന്നു കുഞ്ഞികൃഷ്ണൻ. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിക്കലിലും ക്രമക്കേട് നടത്തി മധുസൂദനൻ എന്നുള്ളതൊക്കെയായിരുന്നു ഈ പറയുന്ന കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ എന്ന് പറയുന്നത്. ഏതായാലും ആ ഘട്ടത്തിൽ തന്നെ പാർട്ടി അതിനെ പൂർണ്ണമായും തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കാരണം പാർട്ടി ഇത്തരത്തിൽ ഈ ആരോപണങ്ങൾ വന്ന ഘട്ടത്തിൽ, കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെ പാർട്ടി ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ആ കമ്മീഷനെ നിയോഗിച്ച് അതിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തിയതാണ് എന്നുള്ളത് പാർട്ടി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ അതിന് പിന്നാലെയാണ് കുഞ്ഞികൃഷ്ണനെതിരെ നടപടി വന്നിരിക്കുന്നത്. കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് കുഞ്ഞികൃഷ്ണൻ നേരത്തെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുകയാണ്. ഏതായാലും ആ നിലയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങളിലൂടെ നടത്തിയത് അച്ചടക്ക ലംഘനമാണ് എന്നുള്ളതാണ് ഇപ്പോൾ മുന്നോട്ട് പാർട്ടി പറയുന്ന കാര്യം എന്ന് പറയുന്നത്. ശരി, ധനരാജ് രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ചേർന്ന നിർണായക ജില്ലാ സെക്രട്ടറി യോഗത്തിലാണ് എന്തായാലും തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നാളെയോടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്. തിരികെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.